പ്രചോദയാത്. എടാ എന്താ കാര്യങ്ങള്? നീ ശ്രദ്ധിച്ചോളൂട്ടാ. ഇവിടെ പ്രവാസികൾ കഷ്ടപ്പെട്ട് തന്നെ കാശാണ്. 5 യൂറോ 10 യൂറോ 2 യൂറോ ഒക്കെ ആയിട്ട്. ആ മറ്റേ ബ്ലഡ് അനാലിസിന് നീ എന്ത് കുന്ത്രാണാടി കാണിക്കുന്നത്? കഴിഞ്ഞ മാസം എനിക്ക് പൈസ അയച്ചത് ഇത്ര അകത്ത് തീർത്തോ? അയ്യോ അല്ല നീ നോക്കുന്ന അറിയാം, ഞാൻ ചോദിച്ചു മാത്രം. പിന്നെ ഞങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം എങ്ങനെയാട്ടാ, നമുക്ക് അതിന്റെ ഉത്തരവാദിത്തം ഉണ്ടേ. ആ ഓക്കേടാ അത് പിന്നെ എടാ നീയേ ഒരു നോട്ടീസായിട്ട് എഴുതി തന്നെ കേട്ടോ. ഇത്ര കാശ് നമുക്ക് കിട്ടിയെന്നും പിന്നെ ഇത്ര കാശ് കൊടുത്തു കേട്ടോ. അപ്പൻ്റെ അമ്മ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. വീടിന്റെ ലോൺ, കാറിന്റെ ലോൺ, അപ്പൻ്റെ അമ്മേന്റെ ചികിത്സ ചെലവ്, കങ്ങളെ കെട്ടിച്ച് കടം, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് വീട്ടണം. എല്ലാത്തിനും ഞാൻ ഒരുത്തം മാത്രം. അതിന് ഓർമ്മ വേണം. കല്യാണത്തിന് പോകാൻ നെക്ലസ് മേടിക്കണം. എന്റെ സമനില തീർത്താണ്. എന്റെ പേഴ്സ്, ഇവളോട് സംസാരിച്ചെന്റെ പേഴ്സും പോയി. രണ്ടുപേരും കാണിക്കുന്നോടാ. അതിന് ഞാൻ പല്ലേൽപ്പിക്കും. ഇരിക്കണ അവിടെ. കാര്യം അറിയാതെ തല്ലാണോ ചെയ്യണേ? ഇനി അവിടെ നിർത്ത്. എന്താ ഇത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ മനുഷ്യർ തല്ലിയത്? പിന്നെ എന്റെ പേഴ്സ് എടുത്ത് വേണേ ഉമ്മ വയ്ക്കണോ? ചേട്ടൻ ഉമ്മ വെച്ചു എന്നതല്ല പ്രശ്നം. ചേട്ടൻ കാര്യം അറിയാതെ പ്രവർത്തിച്ചു. മനുഷ്യ, ഇയാളല്ല പേഴ്സ് എടുത്തത്. അതെങ്ങനെയാ? എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആള് വന്നു, പേഴ്സ് മേടിച്ചു, അടിയും കഴിഞ്ഞു. ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡായി ഫോണിൽ സംസാരിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഓർക്കണ്ടോ? അയ്യോ അവൻ പോയി. ഇവനൊക്കെ എവിടുന്ന് കുറ്റം പറിച്ചോണ്ട് വരുന്നതാ? അതെങ്ങനെയാ? ചെവിയും കുതിരാടം വെച്ചോണ്ടല്ലേ നടപ്പ്. അപ്പോ നിങ്ങളുടെ പിന്നിലൊരാളുണ്ടായില്ലേ? പുള്ളിക്കൊരു പിടിയില്ലേട്ടാ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ നിങ്ങളുടെ മുൻപിൽ നിന്നൊരാൾ വന്നില്ലേ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. അവിടെ രണ്ടുപേരും കൂടി ഇടിച്ചിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ടായത് ഓർക്കണ്ട. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പൊ എല്ലാ കാര്യവും മനസ്സിലാവും. ഇങ്ങേർക്കൊന്നും ഓർമ്മയില്ലട്ടാ. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇവരൊക്കെ ഒരേ ഗ്രൂപ്പിൽപ്പെട്ടവരാ, കൂട്ടം ചേർന്ന് മോഷ്ടിക്കുന്നവര്. ഇയാള് അയാളെ പിടിച്ച് ആ പേഴ്സ് മേടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആ പേഴ്സ് നഷ്ടപ്പെട്ടായില്ലേ? സോറി, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നാട്ടിലൊരു ടെൻഷൻ കാരണം ഫോൺ ചെയ്ത് വരെയായിരുന്നു. ക്ഷമിക്കണം മോനെ. സോറി പറഞ്ഞത് കൊണ്ട് ഇദ്ദേഹത്തെ തല്ലിയ വേദന മാറുമോ? പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ വിവേകമില്ലാതെ പെരുമാറരുത്. പറ്റിപ്പോയി, ക്ഷമിക്കണം. ഞാൻ ഇനി എന്ത് ചെയ്യണ്ടേ? കാല് പിടിക്കണോ? അതൊന്നും വേണ്ടേട്ടാ. എന്തായാലും പേഴ്സ് കിട്ടില്ല. അതൊരു സാധനങ്ങളൊക്കെ ഒന്നുണ്ടോ നോക്കിക്കേ. ഇപ്പൊ കിട്ടുന്നതൊക്കെ ചുമ്മാ വീക്കി കളയാണ്. പിന്നെ നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. എല്ലാം ഉണ്ട്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ചേട്ടൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം അറിയാതെ ആരും കൈ വെക്കാൻ പോകരുത്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ കാലത്ത് ഒരു പരോപകാരം ചെയ്യാൻ പോകരുത്.